പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, ആ വൈവിധ്യങ്ങളെല്ലാം സമരസപ്പെടുത്തി ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളിടത്താണ് ഒരു സമൂഹത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രത്തിൻ്റെ ആണെങ്കിലും സംഘടനയുടേതാണെങ്കിലും വിജയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കാന്തപുരം സുന്നികൾ, അതായത് AP സുന്നികൾ ഈ വൈവിധ്യങ്ങളെ സമരസപ്പെടുത്തി കൊണ്ടുപോകുന്നതിൽ ഒരു മാതൃകയാണ്. അതായത് കേന്ദ്രീകരണം ഉണ്ടെങ്കിലും ഒരു വികേന്ദ്രീകരണം അവരുടെ സംഘടനാ സംവിധാനങ്ങളിൽ, അവരുടെ സ്ഥാപന വിന്യാസങ്ങളിൽ അവ നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം ഒരൊറ്റ കേന്ദ്രീകൃത നേതൃത്വത്തിന് കീഴിൽ, ഒരു വ്യക്തിക്ക് കീഴിൽ കൊണ്ടുപോകുന്നതിനെ തുടർന്നുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങൾ AP സുന്നികളെ വല്ലാതെ അലട്ടാതിരിക്കുന്നതിൻ്റെ കാരണം, അവർക്ക് അങ്ങനെ ഒരു കീറാമുട്ടിയുടെ പ്രശ്നം EK സുന്നികളെ പോലെ വരാതിരിക്കുന്നതിൻ്റെ കാരണം ഈ കേന്ദ്രീകരണത്തിനിടയിലെ വികേന്ദ്രീകരണമാണ്. ഉദാഹരണമായി AP സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ അവർകൾ നേതൃത്വം നൽകുന്ന ഇഹ്യാ സുന്ന എന്ന് പറയുന്ന വേറെ ഒരു സ്ഥാപനം സ്വതന്ത്രമായി അത് പ്രവർത്തിക്കും. അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. അവിടെ കാന്തപുരം സുന്നികളിലെ വേറെ ആരെങ്കിലും ചെന്ന് ഇടങ്കോലിടാനോ കോലിട്ടിളക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകുന്നില്ല. അതുപോലെ കുറ്റ്യാടി സിറാജുൽ ഹുദ, നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി പോകുന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദ അല്ലെങ്കിൽ ഒതുക്കുങ്ങൽ ഇഹ്യാ സുന്ന മർക്കസിൽ കൊണ്ടുവന്ന് ലയിപ്പിക്കണം, എല്ലാ ഒറ്റ സിലബസിൽ പോകണം, എല്ലായിടത്തും ഒരു ഏകീഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞ് അവര് വാശി പിടിക്കാറില്ല. അതുപോലെ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ മുട്ടിപ്പടി മഅദിൻ സ്ഥാപന ശൃംഖല വളരെ ശാസ്ത്രീയമായും വളരെ വ്യവസ്ഥാപിതമായും അസൂയാർഹമായ നിലയിൽ എന്ന് പറയാം മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ വടശ്ശേരി ഹസൻ മുസ്ലിയാരും ഷാഫി സക്കാഫി മുണ്ടമ്പ്രയും നേതൃത്വം കൊടുക്കുന്ന അരീക്കോട് മജ്മഅ, അതുപോലെ സുലൈമാൻ സക്കാഫി കൊളത്തൂർ നേതൃത്വം കൊടുക്കുന്ന കൊളത്തൂർ ഇർഷാദിയ, കോടമ്പുഴ ബാവ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫാറൂഖ് കോളേജിൻ്റെ സമീപത്തായിട്ടുള്ള ദാറുൽ മആരിഫ്, ഈ സ്ഥാപനങ്ങളെല്ലാം ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ EK ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ഫൈസി വഫിയ കോഴ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നു എന്ന് കണ്ടപ്പോൾ EK ഗ്രൂപ്പിലുള്ള പല ആളുകൾക്കും ചൊറിച്ചിൽ തുടങ്ങി. അത് വളർന്ന് വളരെ വലിയ മാരകമായ അവസ്ഥയിലേക്ക് എത്തി. ചെമ്മാട് ദാറുൽ ഹുദ എന്ന സ്ഥാപനം ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വഫിയ സംവിധാനവും ചെമ്മാട് ദാറുൽ ഹുദയും ഒക്കെ ചേളാരി സമസ്താലയത്തിന്റെ കീഴിൽ കൊണ്ടുവരാത്തത് കൊണ്ടുള്ള വിനകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ EK ഗ്രൂപ്പിൽ വളരെ കാര്യമായിട്ട് നടക്കുന്നത്. എന്നാൽ AP വിഭാഗത്തിൽ കുറ്റ്യാടി സിറാജുൽ ഹുദയോ മുട്ടിപ്പടി മഅദിനോ അരീക്കോട് മജ്മഅോ അല്ലെങ്കിൽ കൊളത്തൂർ ഇർഷാദിയായോ അല്ലെങ്കിൽ കോടമ്പുഴ ബാവ മുസ്ലിയാരുടെ ദാറുൽ മആരിഫോ ഒന്നും യാതൊരു ദഹനക്കേടും ഉണ്ടാക്കുന്നില്ല. കാരണം അവയെല്ലാം അവയുടെ സ്വതന്ത്രവും അവയുടെ വേറിട്ടതുമായ പ്രവർത്തന ശൈലിയുമായി സുന്നി പ്രവർത്തന മണ്ഡലത്തിൽ, സുന്നി വൈജ്ഞാനിക മണ്ഡലത്തിൽ വളരെ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കാന്തപുരം സുന്നിസം എന്നുള്ള ആ ഒരു മഹത്തായ ആദർശത്തിൻ്റെ പല ചിറകുകളായി, പല ശാഖകളായി, പല ശിഖരങ്ങളായി പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ട് വർത്തിക്കാൻ അവയ്ക്ക് കഴിയുന്നുണ്ട്. എന്നാൽ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്തതിൻ്റെ പേരിലാണ് മറ്റേ സംഘടനയ്ക്കും അതുപോലെ പല സംഘടനകൾക്കും പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാം കൂടി ഏകീകരിച്ച് ഒന്നാക്കുക എന്നുള്ളത് ഒരു തരം ഹിറ്റ്ലറുടെ മനോഭാവമാണ്, അല്ലെങ്കിൽ മൂസോളിനിയുടെ പ്രവർത്തന ശൈലിയാണ്. അത് ഏറിയതോ കുറഞ്ഞതോ ആയ അളവിൽ ഏത് സംഘടനയിൽ വരുന്നോ ആ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും.
വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക, പ്രവർത്തനങ്ങളിലെ വ്യത്യാസങ്ങളെ ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ഒരു സംഘടനയ്ക്കാണെങ്കിലും ഒരു രാഷ്ട്രത്തിനാണെങ്കിലും ഒരു ചിന്താസരണിക്കാണെങ്കിലും സരളമായി പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇത് മുജാഹിദുകളും മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അവർക്ക് പയ്യെ പയ്യെ അത് മനസ്സിലായി വരുന്നുണ്ട്. പിളർന്ന് വല്ലാതെ അവശമായ, വളരെ മെലിഞ്ഞൊട്ടിയ ഒരവസ്ഥയിൽ എത്തിയപ്പോഴാണ് മുജാഹിദുകൾക്ക് ആ തിരിച്ചറിവുണ്ടായത്. ഇപ്പോൾ മുജാഹിദുകളിൽ തന്നെ ജിന്ന് പ്രകൃതം കാണിക്കുന്ന, അതായത് ഏതാണ്ട് നമ്മുടെ വിസ്ഡം മുജാഹിദിലേക്കോ അല്ലെങ്കിൽ ആട് മുജാഹിദിലേക്കോ മദ്ഖലി മുജാഹിദിലേക്കോ മുഖ്ബിലി അല്ലെങ്കിൽ ഹജൂരി മൻഹജുകളിലേക്കോ ഒക്കെ പോകേണ്ട പ്രവണതകളുള്ള ആളുകൾ തന്നെ ഏതാണ്ട് CD ടവർ വിഭാഗം മുജാഹിദിന്റെ ഉള്ളിലും വിസ്ഡം മുജാഹിദിന്റെ ഉള്ളിലും ഒക്കെ ഇപ്പൊ കഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം അവർ മനസ്സിൽ താലോലിക്കുന്ന മൻഹജ് ഈ പറഞ്ഞ ആത്യന്തിക സലഫിസത്തിന്റെ ആണെങ്കിൽ കൂടി ഈ സംഘടന കൂടുതൽ അലട്ടലില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവരിപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് നാരിയത്ത് സ്വലാത്ത് ബിദഇയ്യായ ഒരു സ്വലാത്താണെങ്കിലും അത് ഷിർക്കാണെന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സക്കരിയ സ്വലാഹി അതുപോലെ നൂറുദ്ദീൻ ലബ്ബ പോലെയുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ വീർപ്പുമുട്ടലുകൾ അനുഭവിക്കേണ്ടി വന്നു. ഒരു ഹദീസ്, വ്യത്യസ്തതയുള്ള ഒരു ഹദീസ്, ഭിന്നമായ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പ്രവണതയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത്. അത് ഇപ്പോൾ വളരെ പിളർപ്പിന്റെ കെടുതികൾ അനുഭവിച്ചതിന് ശേഷം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും AP സുന്നി വിഭാഗത്തെയാണ് ഈ വൈവിധ്യങ്ങളെ, വൈജാത്യങ്ങളെ സ്വാംശീകരിക്കുന്നതിൽ ഒരു മാതൃകയായി മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും കാണേണ്ടത് എന്നാണ് പറയാനുള്ളത്. വളരെ ഭംഗിയായ നിലയിൽ അവർ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരെക്കാളും മുജാഹിദുകളെക്കാളും മുസ്തഫ മൗലവിയുടെ അനുയായികളെക്കാളും മാനവിക കാഴ്ചപ്പാടുള്ള, ബഹുസ്വരതയെ കാമിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യ മതേതര വ്യവസ്ഥയുമായി സമരസപ്പെട്ടു പോകാൻ കഴിയുന്ന പൗരന്മാരെ, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ വളർത്തിയെടുക്കുന്നതിൽ കാന്തപുരം സുന്നികൾ അവരുടെ സ്ഥാപനങ്ങൾ വളരെ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്നുണ്ട്. മതസങ്കുചിതത്വത്തെക്കുറിച്ച്, വിഭാഗീയതയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത് AP സുന്നികളാണ്. എന്നാൽ 1980കളിലെയോ 90കളിലെയോ AP സുന്നികളല്ല ഇപ്പോഴത്തെ AP സുന്നികൾ. അവരുടെ സിദ്ധാന്തപരമായ അടിത്തറ അത്തരം ഒരു കാർക്കശ്യത്തിൽ ഊന്നുന്നതാണെങ്കിൽ കൂടി കാലത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും മാറി മാറി വരുന്ന ആവശ്യങ്ങളോട്, തേട്ടങ്ങളോട് ക്രിയാത്മകമായി, ചലനാത്മകമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അവർക്ക് കഴിയുന്നു. അവരുടെ ശിക്ഷണത്തിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട, വളരെ രചനാത്മകമായ ഒരു വശമാണ് എന്നുള്ളതാണ് ഊന്നി പറയാനുള്ളത്.